അണ്ണാക്കിലും അന്നനാളത്തിലും അവൻ്റെ എല്ലാ നാളങ്ങളിലും നമ്മുടെ രാഹുൽ ഈശ്വർ കറക്റ്റായിട്ട് വടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ആപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആരിഫിന്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു തൊരപ്പനും വീഡിയോ ഇട്ടത്. ഈ തൊരപ്പൻ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ ആരിഫും ഈ പറഞ്ഞ കൈപ്പൻസും ഈ പറഞ്ഞ കുറച്ച് ഗ്രൂപ്പ് ആൾക്കാർ ഡിങ്കമതം വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഡിങ്ക ഭഗവാന്റെ ഭക്തരാണ്. ഡിങ്ക എന്ന് പറഞ്ഞാൽ എലിയാണ്. എലി എന്ന് പറഞ്ഞാൽ വലുതാകുമ്പോൾ പെരിച്ചായും അതിൻ്റെ അപ്പുറത്തോട്ട് തൊരപ്പനും ഒക്കെ ആവുന്ന ഒരു ഐറ്റം, ഒരു ജന്തു, ഒരു ജീവി, ഒരു നികൃഷ്ട ജീവി മാത്രമാണ് ഈ പറഞ്ഞ തൊരപ്പൻ, പെരിച്ചായി എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ പെരിച്ചായി തൊരപ്പൻ എന്നൊക്കെ വിളിക്കുന്നത്. അതായത് ആ മതത്തിനെ വിശ്വസിക്കുന്ന ആളുകളാകുമ്പോൾ നമ്മൾ അവരെ തന്നെ അവരുടെ ഏറ്റവും മൂത്ത ടീമിനെ തന്നെ വിളിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ വെറുതെ മനുഷ്യൻ എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ട് മാത്രം. അപ്പം ഈ പെരിച്ചായി ഇന്നിട്ട വീഡിയോ ഇസ്ലാമിന് പാര പണിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ഇട്ടത്. ChatGPTയും ഡീപ് സീക്കും കോപ്പൈലറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോക്കും ഒക്കെ അതിലിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പെരിച്ചായി ചോദിച്ച ചോദ്യം ഇതായിരുന്നു കേട്ടോ. പെരിച്ചായി ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: വിച്ച് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയസ് ടെക്സ്റ്റ് that has been used to promote violence by terror groups? Answer in one word: terror groups. ശ്രദ്ധിക്കണം, അതായത് മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പെരിച്ചായിട്ട മുദ്ര ടെറർ ഗ്രൂപ്പ്സ്. അതെന്തിനാണ് ഇട്ടത് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ടെറർ ഗ്രൂപ്പ് എന്നിട്ടിട്ടില്ലെങ്കിൽ, അതായത് വിച്ച് റിലീജിയസ് ടെക്സ്റ്റ്, അതായത് ഏത് ഗ്രന്ഥമാണ്, അതായത് നമ്മുടെ ഖുർആൻ, ബൈബിൾ, ഗീത, മഹാഭാരതം, രാമായണം, ഈ പറഞ്ഞ ഈ തൗറ അതൊക്കെ പറഞ്ഞ പോലത്തെ കുറേ ഗ്രന്ഥങ്ങളിൽ ഏത് ഗ്രന്ഥമാണ് ടെററിസ്റ്റുകൾ എടുക്കുന്ന ഗ്രന്ഥം, ടെറർ ഗ്രൂപ്പ് എടുക്കുന്ന, അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്? അതായത് ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡിൽ ഇപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ മാത്രം, ഇസ്ലാം മാത്രമാണ്. അപ്പോൾ ടെറർ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഏതാണെന്നുള്ള ഖുർആനെ വരുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തൊരപ്പൻ അല്ലെങ്കിൽ പെരിച്ചായി അവിടെ ടെറർ ഗ്രൂപ്പ്സ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഇതാണ് ഈ ഒരു നോർമൽ പെരിച്ചായികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ തൊരപ്പൻ ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ ഒരു ചോദ്യം ഈ പറഞ്ഞ എല്ലാ സൈറ്റുകളോടും ചോദിച്ചു. സൈഡിൽ പോകുന്ന വീഡിയോസ് അതാണ് കേട്ടോ. അതായത് വിച്ച് ഈസ് ദ മോസ്റ്റ് റിലീജിയൻ ഹൂ കിൽഡ് പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് മീറ്റ്. ഇറച്ചി, നമ്മുടെ ബീഫിൻ്റെ മീറ്റിനെ പറ്റി കൊല്ലുന്ന ആൾക്കാർ. നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് സ്പെസിഫിക് ആൻസർ കിട്ടുള്ളൂ. ടെറർ ഗ്രൂപ്പ് എന്നിട്ട പോലെ ഞാൻ ഇട്ട സമയത്ത് എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ അങ്ങനെ ഒരു റിലീജിയനിലും പറഞ്ഞിട്ടില്ല. ഒരു റിലീജിയനിലും കൗവിൻ്റെ പേരിൽ അല്ലെങ്കിൽ ബീഫിൻ്റെ പേരിൽ ആളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. ഹൗവർ ഇൻ ഇന്ത്യയിൽ പക്ഷേ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഹിന്ദുയിസം, അതായത് തീവ്ര ഹിന്ദുവാദികൾ ഈ കൗ അല്ലെങ്കിൽ ബീഫോ മീറ്റോ ബഫലോയോ ലാമ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ ഇതിൻ്റെ പേരിൽ ആൾക്കാരെ, മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നുണ്ട് എന്നുള്ള ഡാറ്റയാണ് എനിക്ക് കിട്ടിയത് മൊത്തം. അപ്പോൾ കണ്ടല്ലോ, അതോടുകൂടി ഞാൻ പറയുമോ നാളെ മുതൽ ഈ രാജ്യത്ത് ഇങ്ങനെ, അതായത് ഈ പറഞ്ഞ പേരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊല്ലുന്നത് ഹിന്ദുക്കളാണ്, ഹിന്ദു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു വിശ്വാസത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറയാൻ പറ്റില്ല. ഹിന്ദു വിശ്വാസത്തിൽ പറഞ്ഞല്ല, ഹിന്ദുത്വ തലയിൽ കയറിയിട്ട് മൂത്തിട്ട് അവർക്ക് തോന്നുന്ന, അവർ കൊല്ലിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ കൈപ്പനെ പോലത്തെ കൈപ്പൻ തൊരപ്പ എച്ചികളായിട്ടുള്ള എമുക്കൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി നിങ്ങൾ കണ്ടോ? അപ്പം ഞാൻ ഇതുപോലെ നാളെ ഒരു വീഡിയോ ചെയ്യാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത് ഈ റിലീജിയനാണ്, ഈ ബീഫിൻ്റെ പേരിലും മറ്റേതിൻ്റെ പേരിലും എന്ന് പറഞ്ഞാൽ ആ റിലീജിയൻ്റെ കുഴപ്പമില്ല. ഒരു റിലീജിയനിൽ എവിടെയും പറഞ്ഞിട്ടില്ല, ഹിന്ദുയിസത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ആളെ കൊല്ലണം, അതായത് ബീഫ് കഴിച്ച ആളെ കൊല്ലണം എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളത് പറഞ്ഞിട്ടുമില്ല, പറയേയില്ല. അത് പറയുന്ന ഇച്ചിരി ഹിന്ദുത്വ മൂത്ത സംഘികളും സംഘപരിവാണങ്ങൾ മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ അത് വെച്ചിട്ട് മൊത്തം ഒരു മതത്തിനെ അല്ലെങ്കിൽ മൊത്തം മതഗ്രന്ഥങ്ങളെ, ഗീതേനെയും രാമായണത്തിനെയും മഹാഭാരതത്തിനൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരായി? ഞാൻ വെറും ചെറ്റയായി, വെറും പരമനാറി ചെറ്റ. ആ ചെറ്റത്തരത്തിൻ്റെ പേരുകളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ തൊരപ്പനായിട്ടും പെരിച്ചായികളായിട്ടും ഇവനെ പോലത്തെ കൈപ്പൻസും അതുപോലെ തന്നെ ഇവൻ ആരിഫ് ഹുസൈനെ പോലത്തെ കുറേ തൊരപ്പന്മാരും സ്വയം ഏറ്റെടുക്കുന്നത്. അതിന് കൈയടിക്കുന്നത് ആരാണ്? ഹിന്ദുക്കളാണോ? അല്ല. മുസ്ലിങ്ങളാണോ? അല്ല. ക്രിസ്ത്യാനികളും അല്ല. അതിന് കൈയടിച്ച് ആരിഫിൻ്റെ ഒക്കെ അണ്ണാക്കിലേക്ക് സാധനം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവന്മാർ എങ്ങനെയാണ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഒരു നോർമൽ ഒരാൾ, പ്രത്യേകിച്ച് ഒന്നും അറിയാത്ത ഒരാൾ ഇവൻ്റെ ഈ വീഡിയോ കാണുമ്പം ലോകത്ത് എല്ലാവരും അടിച്ചു കൊല്ലുന്ന മതം അല്ലെങ്കിൽ ആ മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥം ഖുർആനാണെന്ന് തീരുമാനിക്കും. അവൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാണ്. അവൻ്റെ ചോദ്യത്തിൽ അവൻ ടെറർ ഗ്രൂപ്പും എല്ലാം കൂടെ കുത്തിക്കയറ്റിട്ടത് അവൻ ആ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ വരാനാണ്. അതുപോലെ തന്നെ ഞാനിട്ട ആൻസറിൽ ബീഫ്
ഇങ്ങനെ ഇട്ടത് കൊണ്ട്, ബീഫിൻ്റെ പേരിൽ എന്നിട്ടത് കൊണ്ടാണ് എനിക്ക് ആൻസർ വന്നത്, അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കളാണെന്നുള്ളത്, അല്ലെങ്കിൽ ഹിന്ദുത്വം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവന്മാർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എങ്ങനെയുണ്ട് ഇവൻ്റെയൊക്കെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സാധാരണ സംഖ്യകളോടാണ് ചോദിക്കുന്നത്. ഇവനൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് ആരിഫ് ഹുസൈനെ പോലത്തെ ആൾക്കാരുടെ എമുക്കളെ കൂടെ കൂടി, പെരിച്ചായി തിന്നികളെ കൂടെ കൂടി ഇമാതിരി വീഡിയോ ഇട്ട് മാനിപ്പുലേറ്റ് ചെയ്ത്, ഇല്ലാത്ത കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത്, എന്ത് പോയി ചത്തൂടടാ നിനക്കൊക്കെ, ചത്ത് ജീവിക്കുന്നതല്ലടാ ഇതിലും ബെസ്റ്റ്.